സ്കറിയ ചെറുപുഴ കൂടി എന്നോടൊപ്പം ചേർന്നു. ശ്രീ സ്കറിയ, ഇത് പോലീസിന് പരാതിക്കാരുള്ള കേസിൽ ഈ നിലപാടും, എന്നാൽ പരാതിക്കാരില്ലാത്ത കേസിൽ വേറെ ഭയങ്കരമായ ഒരു താല്പര്യവും കാണുന്നു എന്ന സംശയം ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം മനോ, ഇത് വാസ്തവല്ലേ? നീതി പലതല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നീതി ജനാധിപത്യരായിട്ട് എല്ലാവർക്കും ഒരേപോലെ വേണമെന്നാണ് മനു പറയുന്നത്. ഈ സ്ത്രീക്ക് എന്ന പ്രത്യേകത മനു നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് ഫിലിം ഒട്ടിച്ച് നമ്പർ പ്ലേറ്റില് ഇൻഷൂർ ഞാൻ അടിച്ചു നോക്കി, ഇൻഷൂർ കഴിഞ്ഞതാ. കേരള പോലീസ് കാണുന്നില്ല ഇത്. ഇവിടെ പാവപ്പെട്ട പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട നെഞ്ചത്ത് കയറുന്ന കേരള പോലീസിന്റെ ഈ രണ്ട് നീതിയുണ്ടോ? ഇത് കോടതി അറിയണം. കോടതികളിലും ഇത് വ്യക്തമായി കോടതി കേസെടുക്കേണ്ടതാണ് ശരിക്കും. അത് ശരി. അപ്പൊ ഞാനിത് എന്നോടൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ പറഞ്ഞപ്പോൾ ഞാനിത് സത്യമാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ശ്രീ സ്കറിയ ചെക്ക് ചെയ്തപ്പോൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല അല്ലേ? അടച്ചിട്ടില്ല. ഇവിടെ ഇൻഷൂർ അടയ്ക്കാൻ ഒരു ദിവസം തെറ്റി, അല്ലെങ്കിൽ ഇൻഷൂർ അടച്ചിട്ട് കടലാസ് കിട്ടാൻ ഒരു ദിവസം വൈകിട്ടുണ്ട്. ഇവിടെ പോലീസ് കഴിഞ്ഞിട്ട് നമ്മളെ ചെറ്റക്കടിക്കുകയും തെറിമറിയുകയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സർക്കാർ കണക്കാ. ഇവിടുത്തെ ഈ സ്ത്രീ സംരക്ഷണ സമിതിയിലെ ആളുകളെ ആരെയും കാണുന്നില്ല മനു. ഇപ്പം അവരെല്ലാം ക്യൂബ ഡാൻസ് കളിക്കാൻ പോയോ? ശരി, ഓക്കെ, വ്യക്തമാണ്. പുരുഷന്മാരാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ബസ്സേ കയറാൻ പേടിയാണ്, പൊതുസ്ഥലത്ത് പോകാൻ പേടിയാണ്, കടകളിൽ പോയി സാധനം സ്ത്രീകളുടെ കൈ കൊടുക്കാൻ പേടിയാണ്. കാരണം സാധനം പൊതിഞ്ഞ് സ്ത്രീകളുടെ കയ്യിൽ തൊട്ടുപോയി കഴിഞ്ഞാൽ ഇവര് പീഡനത്തിന് കേസ് കൊടുക്കുന്ന കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് മുഴുവൻ വളർത്തിയത് ഇവിടുത്തെ സർക്കാരുകളാണ്. നമുക്ക് സാധനം ഒരു കടയിൽ കടക്കാരൻ എന്നോട് പറഞ്ഞ ഇപ്പൊ കടയിൽ സാധനം പൊതിഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കാൻ അവർക്ക് പേടിയാണ്. വ്യക്തമാണ്. അപ്പൊ ജീന ശരത്ത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു ഇൻഷുറൻസിന്റെ വാലിഡിറ്റി കഴിഞ്ഞത്. അപ്പൊ ജീന അതിപ്പോ നമ്മുടെ സ്കറിയ കൂടി ചെക്ക് ചെയ്തു. അപ്പൊ സ്കറിയും പറയുന്നത് ഇൻഷുറൻസിന്റെ വാലിഡിറ്റി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇത് നയൻതാരയാണോ വരുന്നത്? ഇത്രയും ആളുകൾ എന്തിനാണ് കാണാൻ നിൽക്കുന്നത് എന്ന് എന്നോടൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. ഇൻഷുറൻസ് എവിടെ എന്ന് അശോക് നാക്കാട്ട് ചോദിക്കുന്നു. അതുപോലെ ദുബായ് വരെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അൽബുരേജ് എന്നോട് പറയുന്നു എല്ലാവരും കാണാൻ നിൽക്കുകയാണ്, എന്താണ് ഇത് നയൻതാരയാണോ വരുന്നത്? ശാന്തിനി എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ ശാന്തിനി, എറണാകുളത്ത് എവിടെയാണ് വീട്? ഞാൻ ആലിഞ്ചോട്. അത് നമ്മുടെ പാലാരി വട്ടത്തിനടുത്താണ് ആലിഞ്ചോട് എന്ന് പറയുന്നത്. അതെ, പാലാരി വട്ടത്തിനടുത്ത്. ഓക്കെ. ഇതില് എനിക്ക് അങ്ങോട്ട് വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്. സന്തോഷം. എനിക്ക് ശരിക്കും ഭയങ്കര ഒരു രോഷത്തിലാണ് എന്റെ മനസ്സിപ്പോ. കാരണം ഈ സ്ത്രീയെ എങ്ങനെയാ കൊണ്ടുപോണത്? പർദ്ദയിട്ട് ആരും മുഖമൊന്നും കാണാണ്ട് ഭയങ്കര മാധ്യമങ്ങളെ ആരും അറിയിക്കാതെ അതീവ രഹസ്യമായി കൊണ്ടുപോവുകയാണ്. അതെ. പക്ഷെ അവള് റീൽ എടുത്തത് എങ്ങനെയാണ്? എന്ത് വേഷത്തിലാണ് എടുത്തത്? ആ ബസ്സിൽ വെച്ച് എടുത്തത് എന്ത് വേഷത്തിലാണ്? അപ്പൊ ഇത് പോലീസിന്റെ ഒരു ഒത്താശ ഉണ്ടെന്നാണ് ആരോപിക്കുന്നത്. അതെനിക്ക് പറയാൻ പറ്റില്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവര് ശരി, വ്യക്തമാണ്. അപ്പൊ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്നോട് ഷാജിദ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ഷാജിദ, കോഴിക്കോട് എവിടെയാ താമസിക്കുന്നത്? ഷാജിദ കാവുന്തറ. അപ്പൊ ഈ പർദ്ദയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് എന്നോട് പല പ്രേക്ഷകരും തോന്നുന്നു. അപ്പൊ ഷാജിദയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ റീൽസിലൊക്കെ ടൈറ്റ് ജീനും ടൈറ്റ് ടോപ്പെല്ലാം ഇട്ടിട്ട് തലയിലൊന്നും ഇടാണ്ട് വരുന്ന ഒരു മുസ്ലിം യുവതിയാണ് അവള്. ഇപ്പൊ പോലീസ് പിടിച്ചപ്പോ ആളുകൾ ക്യാമറ എടുക്കുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായപ്പോ അതിനു വേണ്ടി ഒരു പർദ്ദ ഇട്ടിറങ്ങിയിരിക്കുകയല്ലേ? അതെ, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്ത? പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഇത്രയും പബ്ലിസിറ്റി ആയുള്ള ഒരു കേസ്, ഇത്രയും പ്രേക്ഷകരും ഇത്രയും ആൾക്കാരും കണ്ട ഒരു കേസിന്റെ പ്രതിയെ ഇത്രയും സ്വകാര്യതയോടെ കൊണ്ടുവന്ന ആവശ്യം എന്താ? അതിനുവേണ്ടി പ്രത്യേക ഒരു വാഹനം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷുറൻസ് ഒന്നും അടച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും പറ്റലുണ്ട്, നമ്മൾ പ്രതികരിക്കാറുമുണ്ട്. പക്ഷെ ഇത് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരാളെ ജീവൻ എടുത്തുകൊണ്ടിട്ടുള്ള കളിയല്ലേ? വ്യക്തമാണ്. താങ്കളുടെ വേണ്ടിട്ട് ചെയ്യുന്നതല്ലേ ഇതല്ലേ? ആ വീഡിയോ കണ്ടാല് ഏത് മനുഷ്യന്മാർക്കും മനസ്സിലാവും, ചെറിയ മക്കൾക്ക് വരെ മനസ്സിലാവും അത് അങ്ങോട്ട് പോയിട്ട് മുട്ടുന്നതാണ് എന്നുള്ളത്. വ്യക്തമാണ്. ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ രഗീഷ നിസ്ര എന്നോട് പറയുന്ന സത്യം ഇപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ്. വീഡിയോ എടുത്തപ്പോൾ ഒരു പർദ്ദയും ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം മുഖവും മറച്ചില്ല എന്ന് പറയുന്നു. ആനി എന്നോട് പറയുന്നു പെൻകാർ കൊണ്ടുപോയത് എടുത്തു, കേരള പോലീസ് സേഫ് ആക്കി നോക്കിയതല്ലേ ഇപ്പോൾ ഫ്ലോപ്പായി എന്ന് പറയുന്നു. രാഹുൽ ഈശ്വറിന് പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രവീൺ JS എന്നോടൊപ്പം ചെയ്യുന്നു. മാസ്ക് വെച്ചാൽ ചില അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതാണ്. ദേവിക എന്നോട് പറയുന്നത് അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇവർ കരണത്ത് ഒരു അടി കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്, അനീഷിൻ്റെ അടുത്തേക്ക്. നമസ്കാരം. അപ്പോ അതിൽ വേറൊന്നും പറയാനൊന്നുമില്ല. കാരണം കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് പറയട്ടെ ആദ്യം തന്നെ.
പിന്നെ അതീവ രഹസ്യമായി ഈ അറസ്റ്റ് മറച്ചു വെച്ചതിനാണോ അതോ പിടിച്ചതിനാണോ? അല്ലല്ല, അത് ചില സാങ്കേതികത ജീപ്പ് വന്ന് പ്രശ്നം എന്തെങ്കിലും വിഷയങ്ങളായ ബുദ്ധിമുട്ടായി. ഇതാകുമ്പോ ഈ ഇൻഷുറൻസ് അടയ്ക്കാത്ത കാറിൽ ഈ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ശ്രീ രാജൻ അതിനൊക്കെ സല്യൂട്ട് ചെയ്യും. അത് തെറ്റായിരിക്കും, അത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ സാധാരണ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ശ്രീ രാജൻ ഈ നാട്ടിൽ? ആണോ? അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ എന്താണ് ഇത്ര വലിയ സാഹചര്യം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തിരിക്കുകയാണ്, ആ കുടുംബത്തിന് മുന്നിൽ മുഖം കാണിക്കാനാകാത്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ ഇത്ര വലിയ രാജകീയ പദവിയോടെ കൊണ്ടുപോകാൻ ഇവർ ഈ നാട്ടിലെ അത്ര വലിയ ഒരു മഹതിയൊന്നും അല്ലല്ലോ. എന്താണ് ഈ നാടിന് ഇവർ നൽകിയ സംഭാവന? രാജകീയ പദവി അല്ല അവിടെ ചില സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. എന്തേ പോലീസ് ജീപ്പില്ലേ? പോലീസിന്റെ ജീപ്പൊക്കെ വേറെ വല്ല പണിക്ക് പോയിരിക്കുകയാണോ? അങ്ങനെയൊന്നും തർക്കിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോ ഒരു വിഷയം അല്ലല്ല, ഇതൊക്കെ കാണിക്കുന്നത് വളരെ മോശമല്ല. ഈ നാട്ടുകാർ മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.